ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. ആകപ്പാടെ എല്ലാവർക്കും കൂടെ പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അങ്കണവാടി വരെ ഒന്ന് പോകണം. അപ്പോൾ അതിനു മുമ്പ് വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പോയാൽ സമാധാനമായിട്ട് പോയിട്ട് വരാം. അപ്പോൾ കുറച്ച് മീൻ കിട്ടിയായിരുന്നു. അപ്പം മീൻകറിയൊക്കെ രാവിലെ വെച്ചതാണ്. ഇനി മീൻ വറുത്തത് ചെയ്യുക. പിന്നെ മുറ്റമൊക്കെ ആകപ്പാടെ കുളമായി കിടക്കുക. പ്രഗ്നൻസി ഡെലിവറിയൊക്കെ കഴിഞ്ഞ് ഇതൊന്നും ചെയ്യാനേ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്നൊന്ന് വൃത്തിയാക്കണം. പോയിട്ട് വന്നിട്ടെല്ലാം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ജിയാമോളെ റെഡിയാക്കി നമ്മൾ പോയി അടുത്തൊരു മെഡിക്കൽ ഷോപ്പിൽ കയറണമായിരുന്നു. അവിടെ കയറി നമ്മൾ നേരെ അങ്കണവാടിയിലെത്തി. അവിടെ ജിയാമോൾക്ക് വാക്സിൻ എടുത്തതിൻ്റെ പേപ്പേഴ്സിൻ്റെ കോപ്പി കൊടുക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് കൊടുത്ത് അവിടുന്ന് റാഗി ശർക്കരയൊക്കെ കിട്ടി. നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നു. ദാണ്ടേന്ന് വൈകുന്നേരം എണീച്ച് ചായയും ബ്രെഡും ഒക്കെ കഴിച്ച് മുറ്റം വൃത്തിയാക്കാനുള്ള പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ ഏട്ടന്താ പോച്ചയൊക്കെ പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ പിച്ച് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അടുത്ത് പെട്ടെന്ന് കിളിർത്ത് വരും. എന്തെങ്കിലും കിളിക്കാതിരിക്കാനുള്ള വഴികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2-3 ദിവസമായിട്ട് നമുക്ക് ഇവിടത്തൊക്കെ വൃത്തിയാക്കി എടുക്കാം. ഞാൻ മുറ്റമൊക്കെ തൂത്തിട്ട് ഒന്ന് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കും വിളക്ക് കത്തിക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പം വിളക്കൊക്കെ ഒതുക്കിയിട്ട് വേണം ഇനി അടുത്ത രാത്രിത്തേക്കുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ. മുറ്റത്ത് നിന്ന് കുറച്ച് പൂവൊക്കെ പിച്ച് വിളക്കൊരുക്കി വെച്ചിട്ടുണ്ട്. വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജിയാമോൾ എണീറ്റു. അപ്പോഴത്തേക്കും ജിയാമോൾ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ഏട്ട അടുക്കളയിൽ കയറി ദോശ ചുടുകയാണ്. ദോശയൊക്കെ ചുട്ടപ്പോഴത്തേക്കും ഞാൻ നേരത്തെ കറിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏട്ട ഉള്ള ദിവസങ്ങൾ ഇതേപോലെ ഹെൽപ്പ് ചെയ്തിരുന്നുകൊണ്ട് ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടക്കും. അപ്പോൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാനും ജിയാമോളും കൂടെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജിയായ്ക്ക് ഇപ്പോൾ പുതിയൊരു ശീലം തുടങ്ങിയിട്ടുണ്ട്. നാക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക ആൾ. അപ്പോഴത്തെ ദോശ റെഡിയായി. കറി ഗ്രീൻ പീസ് കറിയാണ് വെച്ചത്. ഗ്രീൻ പീസ് റെഡിയായി. ഇനി നമുക്ക് കഴിച്ചിട്ട് എനിക്ക് എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകണം. ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അപ്പോൾ ഇവിടുത്തെ ജോലികളൊക്കെ ഒന്ന് ഒരുങ്ങി കഴിച്ചിട്ട് കുറച്ച് നേരം അവിടെ പോയിരിക്കാം. അപ്പോൾ ഞങ്ങൾ ജിയായെ അപ്പായി ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് കഴിക്കുകയാണ്. കൂടുതലും ഞങ്ങൾ 3 പേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാറുള്ളത്. അപ്പോഴേക്കും ജിയ അവിടെ കട്ടിലിൽ കിടന്ന് കളിക്കും. അപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ജിയ അവിടെ ഞങ്ങൾ കഴിക്കുന്നത് നോക്കിയിരിക്കുക. എല്ലാവരും കഴിക്കുന്നത് എനിക്കെന്താ തരാതെന്നായിരിക്കും. അപ്പോൾ അപ്പാപ്പൻ ചോദിക്കുന്നുണ്ട്, മോക്ക് വേണോ ദോശ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ജിയയ്ക്ക് കൊടുക്കാത്തതിൻ്റെ പിണക്കത്തിലിരിക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ കഴുകി വെച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകണം. ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഏട്ടനും ജിയായും വന്ന് അടുത്ത് നിൽക്കാറുണ്ട്. അവർ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഇത് ചെയ്യുന്ന സമയം പോകുന്നത് അറിയത്തില്ല. പിന്നെ കുറച്ച് തുണിയൊക്കെ വിരിച്ചിടാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും ഏട്ടൻ്റെ അടുത്ത സുഹൃത്ത് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ പോയി. ഇതാണ് അവരുടെ മകൾ ഇശൽ. വന്നപ്പോൾ ഇവിടെ ആകപ്പാട് ബഹളമൊക്കെയാണ്. പിന്നെ സമയം പോകുന്ന പോലും അറിയത്തില്ല. കുറേ നേരം അവളുടെ കൂടെ കളിച്ച് ജിയ കളിക്കാറൊന്നും ആയിട്ടില്ലല്ലോ. അപ്പോൾ ഇശലിലൂടെ ഇവിടെ ഞങ്ങളെല്ലാവരും സിറ്റ് ഔട്ടിലിരുന്ന് കളിച്ച് അങ്ങനെ തന്നെ കുറേ സമയം പോവും. ആൾക്ക് 1 വയസ്സാവാറായിട്ടുണ്ട്. ഈ മാസം ആളുടെ ബർത്ത്ഡേ ആണ്. ഇതാണ് ഏട്ടൻ്റെ സുഹൃത്ത്. അപ്പോൾ കുഞ്ഞ് ഇശലുമായിട്ട് കളിച്ച് ഇപ്പോഴത്തെ അവനും പോവാൻ സമയമായിട്ടുണ്ട്. ആൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് അവർ ഇറങ്ങാൻ പോകുന്നുണ്ട്. അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരും പോയി. ഞാനും ജിയാമോളും ഏട്ടനും ഇപ്പോൾ ഇറങ്ങുകയാണ്. ഞങ്ങളും വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.